നമസ്കാരം, പവർ സെന്ററിലേക്ക് സ്വാഗതം. ഓൺലൈൻ വിപണന രംഗത്തേക്ക് ഫേസ്ബുക്കും മൊബൈൽ ആപ്പിൽ ഒരു ഷോപ്പിംഗ് ടാബ് കൂടി ഉൾപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഫേസ്ബുക്ക്. ഓൺലൈൻ വ്യാപാര രംഗത്ത് ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഫേസ്ബുക്ക് പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. മിക്ക ഓൺലൈൻ സ്റ്റോറുകളും പ്രൊഡക്റ്റ് വിവരങ്ങളും ഓഫറുകളും ഫേസ്ബുക്ക് പേജ് വഴി ഉപഭോക്താക്കളെ അറിയിക്കുന്നതാണ് ഫേസ്ബുക്കിനെ ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. നിലവിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ലിങ്ക് ഉപയോഗിച്ച് മറ്റു വെബ്സൈറ്റുകളിലേക്ക് എത്തിയാണ് ഷോപ്പിംഗ് നടത്തുന്നത്. ഫേസ്ബുക്കിന്റേതായി ആപ്ലിക്കേഷൻ വന്നാൽ മറ്റു സൈറ്റുകളെ ആശ്രയിക്കാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ് നടത്താനാകും. അതോടൊപ്പം ലളിതവും വേഗത്തിലുള്ള ഷോപ്പിംഗ് ആണ് ഫേസ്ബുക്ക് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് വഴി വൻ ലാഭം കൊയ്യാമെന്നും കമ്പനി കണക്കുകൂട്ടുന്നുണ്ട്. ആദ്യപടിയായി യുഎസിലെ ഏതാനും ഓൺലൈൻ ഷോപ്പുകളുമായി കൂടിച്ചേർന്നാണ് സുക്കർബർഗും കൂട്ടരും പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് TV News. 10 മണിക്കൂറിൽ 5 ലക്ഷം മൊബൈൽ ഹാൻഡ്സെറ്റുകൾ വിൽപ്പന നടത്തി ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ട് മെഗാ ഷോപ്പിംഗ് ഉത്സവമായ ബിഗ് ബില്യൺ ഡേയ്സിന്റെ ഭാഗമായാണ് റെക്കോർഡ് വിൽപ്പന നടത്തിയത്. ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേ സെയിൽസിന്റെ ഭാഗമായി മൊബൈൽ ഹാൻഡ്സെറ്റുകൾക്കുള്ള ഓഫർ ഇന്നലെ അർദ്ധരാത്രിയാണ് ആരംഭിച്ചത്. സെയിൽസ് തുടങ്ങി 10 മണിക്കൂറിനകം 5 ലക്ഷം ഹാൻഡ്സെറ്റുകൾ വിറ്റഴിച്ചതായി ഫ്ലിപ്കാർട്ട് അറിയിച്ചു. മൊബൈൽ ഫോൺ വിൽപ്പനയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് റെക്കോർഡ് വിൽപ്പനയാണെന്ന് ഫ്ലിപ്കാർട്ട് അവകാശപ്പെട്ടു. ബംഗളൂരു, ഡൽഹി, മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഓർഡറുകൾ. ബുക്സ്, മീഡിയ ഉൾപ്പെടെ 70 വിഭാഗങ്ങളിലായി 3 കോടിയിലധികം ഉൽപ്പന്നങ്ങളാണ് ഫ്ലിപ്കാർട്ടിന്റെ വിൽപ്പന മേളയിലുള്ളത്. തകർപ്പൻ ഓഫറുകളുമായാണ് ഫ്ലിപ്കാർട്ട് മെഗാ ഷോപ്പിംഗ് ഉത്സവമായ ബിഗ് ബില്യൺ ഡേയ്സിന് ഇത്തവണ തുടക്കമിട്ടത്. ഒക്ടോബർ 13 മുതൽ 17 വരെയാണ് ബിഗ് ബില്യൺ ഡേയ്സ്. കഴിഞ്ഞ വർഷം ഒരു ദിവസം നടത്തിയ വിൽപ്പന മേള ഇത്തവണ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ ദിവസങ്ങളിൽ പ്രാധാന്യം നൽകി 5 ദിവസമായിട്ടാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് TV News. ഓൺലൈനിലെ വിൽപ്പന തിരക്കാണ് ഇന്ന് പവർ സെന്റർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സ്റ്റാർട്ടപ്പ് സംരംഭകൻ ശ്രീ NM നാസിഫ്, ഫോർഫ്രണ്ട് സൊല്യൂഷൻ IT കമ്പനിയുടെ MD റസൽ PM, ടെലിഫോൺ വിൽപ്പനക്കാരുടെ സംഘടന ടോക്കിന്റെ പ്രസിഡന്റ് യാസർ അറാഫത്ത്, ഓൺലൈൻ ഉപഭോക്താവും യുവ മാധ്യമ പ്രവർത്തകനുമായ ശ്രീ പ്രിൻസ് വർഗീസ് എന്നിവരാണ്. ആദ്യം റസൽ PM, ഓൺലൈനിലൂടെയുള്ള വിൽപ്പന പൊടിപൊടിക്കുകയാണ്. മണിക്കൂറുകൾക്കകം തന്നെ ലക്ഷക്കണക്കിന് ഹാൻഡ്സെറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നു. ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന് വേണ്ടത്ര വരുമാനം ലഭിക്കാതെയാണ് ഓൺലൈൻ കമ്പനികൾ ഇത്തരത്തിൽ വലിയ വിൽപ്പന നടത്തുന്നത് എന്ന്. സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിൽപ്പനയാണ് ഇപ്പോഴും നടക്കുന്നത് എന്ന് വിലയിരുത്താനാകുമോ? ശ്രീ റസൽ PM. ഓൺലൈൻ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഒരു യങ് ജനറേഷൻ്റെ ഒരു അട്രാക്റ്റീവ് കമ്പോണൻ്റാണ്. അത് ശരിക്കും നമ്മൾ ഇപ്പോൾ കാണുന്നപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും ഫേസ്ബുക്ക് പോലുള്ള മറ്റുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സിൻ്റെ ആണെങ്കിലും വാട്സപ്പ് പോലുള്ള വലിയ ജനപ്രീതി നേടിയ ആപ്ലിക്കേഷൻസിൻ്റെ ഒരു കടന്നുകയറ്റം ഒരു പരിധിവരെ ഇത് വളരെയധികം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വേറൊരു ഇതിലെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ മീഡിയേറ്റർ. അപ്പോൾ ശരിക്കും ഇടനിലക്കാരില്ലാതെ ഒരു ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരു ഐറ്റം അതിൻ്റെ ടാക്സ് കമ്പോണൻറ്റോ അതെല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ബട്ട് മറ്റുള്ള മാർജിൻസ് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് അതിനൊരു ഒരു 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 പ്രൈസ് കമ്പോണൻ്റ് അവിടെ കുറവായിട്ട് വരുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷന് വരുന്ന ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അതൊരിക്കലും ഒരു സർക്കാർ ഇതര സംരംഭങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് കമ്പോണൻസിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അത് ഇനിയും പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റൈറ്റ്. പ്രിൻസ്, താങ്കൾ ഈ ഓൺലൈനിലൂടെ വലിയ ഷോപ്പിംഗ് നടത്തുന്ന ആളാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഏറ്റവും വലിയ ആക്ഷേപം ഇത് ഒരു തരം കബളിപ്പിക്കലാണ്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിൽപ്പനയാണ് ഓൺലൈനിലൂടെ നടത്തുന്നത് എന്ന തരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ മൊബൈൽ വിൽപ്പന സംഘടനകൾ, ഷോപ്പിംഗ് വിൽപ്പന സംഘടനകൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആക്ഷേപവും ആണത്. ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, കേരളത്തിൽ ഈ ഓൺലൈൻ രംഗത്തെ വിൽപ്പന വ്യാപകമായിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2000-ൽ തുടങ്ങിയ ഓൺലൈൻ ഷോപ്പിംഗ്, അതിൻ്റെ ഒരു പ്രാരംഭ ദശയിൽ ആദ്യം മൊബൈൽ ഫോണുകളാണ്, പെൻഡ്രൈവുകൾ തുടങ്ങിയ സാധനങ്ങളിലൂടെയാണ് വിൽപ്പന തുടങ്ങിയത്. അത് പിന്നീട് ഇങ്ങോട്ട് വിവിധ തരത്തിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്.
നമുക്ക് സാധാരണ കടകളിൽ മുതൽ സൂപ്പർ സ്റ്റോറുകളിൽ വരെ കിട്ടാത്ത സാധനങ്ങൾ, നമ്മൾ ഈ സാധനങ്ങൾ അന്വേഷിച്ച് നടന്ന് വെയിലും മഴയും സഹിച്ച് വണ്ടിക്കൂലിയും മുടക്കി ഇപ്പോൾ തന്നെ ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ വില വർദ്ധിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ധന ലാഭം നോക്കി നമ്മൾ വളരെ സ്വന്തം വീട്ടിലിരുന്ന് വെറും ഒരു ക്ലിക്ക് കൊണ്ട് 2-3 ദിവസത്തിനുള്ളിൽ വൻ വിലക്കുറവിൽ ആകർഷകമായ പാക്കിങ്ങിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുകയാണ്. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ മെട്രോ നഗരങ്ങളിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഈ സൗകര്യം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി എത്തിയതോടുകൂടി വലിയ തോതിലുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വിൽപ്പന നികുതിയുമായി ബന്ധപ്പെട്ട് സെയിൽ ടാക്സ് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം വ്യാപാരികൾ ഉയർത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഉപഭോക്താവ് എപ്പോഴും നോക്കുന്നത് അവന് ലാഭം കിട്ടുക, അതോടൊപ്പം തന്നെ സാധനത്തിൻ്റെ ഗുണമേന്മ ലഭിക്കുക, സെലക്റ്റീവ് ആവുക, അതോടൊപ്പം തന്നെ നമുക്ക് ഈ സാധനം എളുപ്പത്തിൽ നമ്മുടെ അടുത്ത് എത്തുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. ഈ സെയിൽ ടാക്സിൻ്റെ ഇഷ്യൂ സംബന്ധിച്ച് മറ്റ് മെട്രോ നഗരങ്ങളിലെല്ലാം തന്നെ ഈ പ്രശ്നമുണ്ട്. പക്ഷേ അവിടെയൊന്നും ഈ വക പ്രശ്നങ്ങൾ വ്യാപാരികൾ ഉയർത്തുന്നില്ല. അവർ അതിന് പറ്റുന്ന രീതിയിലുള്ള തടയാൻ പറ്റുന്ന രീതിയിലുള്ള മാർഗങ്ങൾ കണ്ടെത്തി. അതായത് പരമ്പരാഗത രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് ഇനി സാധ്യമല്ല നമ്മുടെ ഈ സമൂഹത്തിൽ. കാരണം ഷോപ്പിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ അത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് സാധനങ്ങൾ പോയി കണ്ട് ടച്ച് ആൻഡ് ഫീലിലൂടെയുള്ള ഒരു ഷോപ്പിംഗ് ഇനി നടക്കില്ല. അത് വ്യാപാരികൾ മനസ്സിലാക്കണം. അതിന് ഓൺലൈൻ സ്റ്റോർ പോലെയുള്ള സംരംഭങ്ങളുമായി ചേർന്നുകൊണ്ട് വ്യാപാരികൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതിനോട് ചേർന്നൊരു രീതി ആവിഷ്കരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പല വലിയ വലിയ ഷോപ്പുകളും അത് ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ ഒരു സൈഡിലായിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ തയ്യാറാക്കി വെച്ചിട്ട് അതിലൂടെ തന്നെ ഒരു ബാർകോഡ് മൊബൈൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഈ ബാർകോഡ് ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ ആ സാധനങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോയിന്റുകൾ ഉപഭോക്താവിന് ലഭിക്കും. ആ പോയിന്റുകളുമായിട്ട് വന്ന് ഷോപ്പിൽ വന്ന് ഈ സാധനങ്ങൾ മേടിക്കാവുന്ന ഒരു രീതി തന്നെ പല ഷോപ്പുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു രീതി ആവിഷ്കരിക്കുന്നതോടുകൂടി ഈ വ്യാപാരികളുടെ ഈ പരാതി എല്ലാം മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെയിൽ ടാക്സ് സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ഷേപത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിലും ഉപഭോക്താവ് എന്ന രീതിയിലും ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ശ്രീ യാസർ അറാഫത്ത്, ഇവിടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്, അതായത് ഓൺലൈനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിൽപ്പനകൾ, നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ച പോലെ ഇന്ന് ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലഭിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിരവധി ചെറിയ സ്റ്റാർട്ടപ്പുകൾ അടക്കം സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി വിൽപ്പന നടത്തുന്ന പശ്ചാത്തലവുമുണ്ട്. പച്ചമീൻ വരെ എറണാകുളത്തെ വിപണിയിൽ ഓൺലൈനിലൂടെ ലഭിക്കുന്ന സംവിധാനം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഷോപ്പുകൾ അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ ഈ ഓൺലൈൻ വഴിയുള്ള വിപണനത്തെ എതിർക്കുന്നത്? ഈ സംഘടനകളൊന്നും തന്നെ ഓൺലൈൻ വിപണനത്തിനെതിരല്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങളാണ്. അത് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഇവിടുത്തെ പ്രധാന പ്രശ്നം, ഒരു സൈഡിൽ നമ്മൾ ടാക്സ് കൊടുത്ത്, വാടക കൊടുത്ത്, കോർപ്പറേഷൻ നികുതികൾ കൊടുത്ത്, സർവീസ് ടാക്സ് കൊടുത്ത്, ഇൻകം ടാക്സ് കൊടുത്ത് നമ്മളൊരു സൈഡിൽ ഷോപ്പുമായിട്ടിരിക്കുന്നു. നേരെ മുൻപ് വശം ഇതൊന്നും നൽകാതെ ഇതിൻ്റെ എല്ലാ ടാക്സുകളും വെട്ടിപ്പ് നടത്തി വില കുറച്ച് വിൽക്കുന്നു. ഇവിടെ നിയമത്തിൻ്റെ ഒരു സഹായം നിയമം പാലിച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു വ്യാപാരത്തേക്കാൾ ഉപരി അവനും ഒരു കസ്റ്റമറാണ്. നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടണം എന്നുള്ളത് ഒരു ഉപഭോക്താവിൻ്റെ അവകാശമാണ്. അതിനൊരിക്കലും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരെന്താണ് ഇത്തരം കാര്യങ്ങൾ? ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഓൺലൈൻ സെയിൽസ് നടക്കുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ട്രാക്ക് സെയിൽ ടാക്സിൻ്റെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. പല സംസ്ഥാനങ്ങളും, കേരളത്തിൽ 5% ടാക്സ്, വേറെ സ്ഥലങ്ങളിൽ 14% ടാക്സ്. 14% ടാക്സുള്ള സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ 5% സ്ഥലത്ത് കൊണ്ടുവന്ന് 7.5% ലാഭമാണ് ഉണ്ടാകുന്നത്. ഇത് സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമാണ്. ഇവിടുത്തെ സാധാരണക്കാരായ വ്യാപാരികളെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥരും മറ്റുള്ള എന്തൊക്കെ തരത്തിലുള്ള പീഡനങ്ങളിലൂടെയാണ് നമ്മൾ കച്ചവടം ചെയ്തു വരുന്നത്. ഈ പറയുന്ന ഓൺലൈൻ കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പീഡനങ്ങളും ഉണ്ടോ? അവർ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസാണ് ഓരോ ദിവസവും സൈറ്റുകളിലൂടെ നടക്കുന്നത്. ഉപഭോക്താവിന് ഏറ്റവും വില കുറച്ച് കിട്ടട്ടെ. പക്ഷേ ഇവിടുത്തെ ഒരു നിയമമുണ്ട്. ആ നിയമം നടക്കുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ഇവിടുത്തെ ഏക ചോദ്യം. പിന്നെ നമ്മുടെ ഈ നാട്ടിൽ കൊയ്യുന്ന ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ, ഇതെല്ലാം എവിടെ നിന്നാണ്? നമ്മുടെ നാട്ടിലെ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവരുടെ പേരുകളൊന്നും കേൾക്കാത്തത്? വൻകിട കുത്തക കമ്പനികൾക്ക് നമ്മുടെ തൊലി നിറപ്പം നോക്കി സായിപ്പന്മാർക്ക് നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ നാടിനെ കൊള്ളയടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പണം കടത്തിക്കൊണ്ടു പോകുന്നതിന് വേറെ ഉദാഹരണം മാത്രമാണിത്. അല്ല, അത് രാജ്യവ്യാപകമായി പരിശോധിച്ചാൽ പല പ്രൊജക്റ്റുകളും ആദ്യം വരുന്നത് ഇത്തരം വൻകിട കമ്പനികൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും
മൾട്ടി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയുടെ വലിയ ഷോപ്പുകൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ ഒക്കെ പരിശോധിച്ചാൽ ആദ്യം കടന്നു വരുന്നത് എപ്പോഴും വലിയ കമ്പനികൾ തന്നെയായിരിക്കും. ഇവിടെയും ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള വലിയ ഓൺലൈൻ കമ്പനികൾ തന്നെ കടന്നു വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ നോക്കി കാണേണ്ടതുണ്ടോ? വിഷയത്തെ കാണേണ്ടതുണ്ട്. റീറ്റെയിൽ മേഖലയിൽ നിലവിൽ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ നിയമം അനുസരിച്ച് വിദേശ കമ്പനികൾക്ക് ഇപ്പോഴും അലൗഡ് അല്ല. അപ്പോൾ എങ്ങനെയാണ് വിദേശ രാജ്യ കമ്പനികൾ ഇവിടെ വന്ന് ഈ റീറ്റെയിൽ മേഖലയിൽ ഇത്രയും വലിയ ബിസിനസ് നടത്തുന്നത്? ഈ റീറ്റെയിൽ നടക്കുന്ന ആമസോൺ എന്ന് പറയുന്ന കമ്പനിക്ക് സ്റ്റോക്ക് ഉണ്ടോ? ഇല്ല. അവർ മറ്റുള്ള പല ആളുകളുടെയും പേരിൽ ഇടനിലക്കാരില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇടനിലക്കാരുണ്ട്. ആമസോൺ ഈസ് എ ഏജന്റ്. ആമസോണിലൂടെ മറ്റുള്ള പലരുമാണ് ബിസിനസ് നടത്തുന്നത്. കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മേഖലയുമായിട്ട് ഓൺലൈൻ വ്യാപാരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് ടാക്സുകൾ കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്ന ഈ എത്ര വില കുറവുണ്ടോ അതെല്ലാം രാജ്യത്തെ സമ്പദ്ഘടനയെ ചൂഷണം ചെയ്ത് ടാക്സ് വെട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഒരു മോഷണം മുതൽ വാങ്ങാൻ ഒരു ഉപഭോക്താവ് തയ്യാറാവണോ? അല്ല, അവനൊരു മോഷണം മുതൽ വാങ്ങാൻ തയ്യാറില്ല. അതുപോലെ തന്നെയല്ലേ ടാക്സ് വെട്ടിക്കുന്ന ഒരു പ്രോഡക്റ്റ് വില കുറച്ച് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല വിലക്കുറവാണെന്ന് ഉപഭോക്താവിന് വാങ്ങാം. പക്ഷെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന നിയമവ്യവസ്ഥകളുടെ വെല്ലുവിളി, ആ ചൂഷണം, അത് തടയാൻ ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാർ തയ്യാറാവണമെന്ന് മാത്രമാണ് നമ്മുടെ നികുതിയുമായി ബന്ധപ്പെട്ട ആക്ഷേപം തന്നെയാണ് നിലനിൽക്കുന്നത്. ശ്രീ നാസിഫ്, പൊതുവെ ഈ IT മേഖല അല്ലെങ്കിൽ ഓൺലൈൻ മേഖലയ്ക്കൊന്നും നമ്മുടെ നിയമങ്ങൾ ബാധകമല്ല എന്ന തരത്തിൽ ഒരു വിലയിരുത്തലുണ്ട്. നികുതി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ മേഖല ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന ആക്ഷേപവും. താങ്കൾ ഈ IT ഫീൽഡുമായി ബന്ധപ്പെട്ട സംരംഭകത്വം കൂടി ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെയാണോ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ? അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സ്റ്റാർട്ടപ്പ് സംരംഭകനാണ്. ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ എന്ന് പറയുന്ന ഇന്ത്യയിൽ പിറന്ന ഈ സ്റ്റാർട്ടപ്പ് എന്നെ സംബന്ധിച്ചോളം അവർ ഒരു റോൾ മോഡൽസാണ്. കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഒരു 6-7 വർഷം കൊണ്ട് ഒരു ടാറ്റ, ബിർള എന്ന ഒരു ലെവലിലേക്ക് അവർ എത്തുകയും ചെയ്തു. അത് ഏതൊരു സ്റ്റാർട്ടപ്പ് സംരംഭകനായാലും IT-യിൽ ഇത് ചെയ്യുന്നതും അവരുടെ ദീർഘകാല ഇതിലൂടെ അവർ അതിലെത്തി. 90,000 കോടിയാണ് ഇന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ വാല്യുവേഷൻ. ഇത് അവർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് 2025-30 ആവും. പക്ഷേ അതുവരെ അവർ ചെയ്യുന്നത് വളരെ ഡിസ്കൗണ്ടിലാണ് സാധനങ്ങൾ വരുന്നത്. ഇപ്പം ഞാൻ ഒരു ഓഫ്ലൈൻ പൊതുവെ ഞങ്ങളെപ്പോലുള്ള ഇടത്തരക്കാർ മാളുകളിൽ നിന്നോ അല്ലെങ്കിൽ സാധാ ഒരു നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിലും വളരെ നോർമൽ ഡിസ്കൗണ്ടഡ് കോസ്റ്റിലാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നത്. ഇപ്പോൾ ഈ മാസം 13-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ 5 ദിവസം ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിലാണ്. ഇതുവഴി വളരെ നോർമൽ കോസ്റ്റിൽ നിന്ന് വളരെ താഴ്ത്തിയാണ് നമുക്ക് പല സാധനങ്ങളും പ്രയോജനമാകുന്നത്. അത് ഓരോ ദിവസവും ഓരോ കാറ്റഗറിയിലാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ബിഗ് ബില്യൺ ഡേ സെയിൽ ഉണ്ടായി. അതുവഴി ഫ്ലിപ്കാർട്ട് 600 കോടിയോളം ഉണ്ടാക്കി. പക്ഷേ ആ കഴിഞ്ഞ തവണ ഒരുപാട് പാളിച്ചകൾ പറ്റിയിരുന്നു. ഇത്തവണ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അവർ 6 മാസം 248 എംപ്ലോയീസ് ഇരുന്നുകൊണ്ടാണ് അവരുടെ ബാക്ക് എൻഡ് ക്ലിയർ ആയത്. അത് ഏകദേശം 7 ലക്ഷം ഹവേഴ്സോളം ചെയ്യേണ്ട ജോലിയാണ് ഈ 6 മാസം കൊണ്ട് അവർ ക്ലിയർ ചെയ്തത്. പക്ഷേ അവർ നേരത്തെ മുൻകരുതലെടുത്തു. ഈ വരുന്ന 5 ദിവസത്തിലും കൊണ്ട് അവരുടെ കോടികളുടെ ഇത് ബിസിനസ് നടക്കുമായിരിക്കും. പക്ഷേ അതെല്ലാം വളരെ തുച്ഛമായ ഡിസ്കൗണ്ടും ഓഫേഴ്സും കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ എന്നല്ല ആരായാലും ഇതുപോലുള്ള ഫ്ലിപ്കാർട്ടോ, സ്നാപ്ഡീൽ നമ്മൊരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണെന്നുള്ളത് ആദ്യം അഭിമാനിക്കുക വേണ്ട. ഞാൻ വരാം. ശ്രീ റസൽ, ഇവിടെ ഉണ്ടാകുന്ന ഒരു ആക്ഷേപം താങ്കൾ ശ്രദ്ധിച്ചു കാണുന്ന ഈ ചർച്ചയിലുടനീളം, അതായത് വ്യാപാരികൾ അടക്കം ഉന്നയിക്കുന്ന ആക്ഷേപം ഇത്തരം നൂതന സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്നതിലല്ല, അത് പലപ്പോഴും ഏത് നിലയിൽ ഇവരുടെ കച്ചവടത്തെ ബാധിക്കുന്നു എന്നതിലെ ആശങ്ക. അവരിൽ നിന്ന് നികുതി ഈടാക്കുന്നു, പക്ഷേ ഓൺലൈനിൽ വഴി വ്യാപാരം നടക്കുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഈ IT മേഖലയ്ക്ക് പൊതുവെ നേരിടുന്ന ഒരു അല്ലെങ്കിൽ ആക്ഷേപം, IT മേഖലയെക്കുറിച്ച് പൊതുവെ ഉയരുന്ന ഒരു ആക്ഷേപമാണ് അവിടെയൊന്നും കൃത്യമായൊരു പരിശോധനയില്ല, നിയന്ത്രണ സംവിധാനങ്ങളില്ല എന്നുള്ളത്. ഞാൻ നാസിഫ് പറഞ്ഞ ഒരു പോയിന്റ്, അത് അതിനു മുമ്പ് ഞാൻ മനസ്സിൽ വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ പിറന്ന, ഇന്ത്യൻ ഒറിജിനേറ്റ് ചെയ്തൊരു കമ്പനിയാണ്. അപ്പോൾ ആമസോണിനെയോ മറ്റുള്ള പോലെയോ അതിൻ്റെ ഒരു അല്ല, ഇവിടെ ഈ ഉയരുന്ന ആക്ഷേപം ഒരു വൻകിട നിക്ഷേപം ആര് നടത്തിയാലും അത് കുത്തകയാണ് എന്ന തരത്തിലൊരു ആക്ഷേപം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആർഗ്യൂ ചെയ്യാതിരുന്നത്. അത് മാത്രമല്ല, ഏകദേശം 55,000 എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഫ്ലിപ്കാർട്ട്. അപ്പോൾ അവരുടെ ബിസിനസ് മോഡൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ബിഗിനിങ് സ്റ്റേജിൽ വന്നൊരു കമ്പനിയാണ്. ഒരുപാട് നാളുകളത്തെ സ്ട്രഗിളോട് കൂടിയാണ് അവരിതിലേക്ക്. പിന്നെ ഇതിലുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ യൂബർ ടാക്സീസിനെ കുറിച്ചും നമ്മൾ വളരെയധികം കേരളത്തിൽ കാണുന്നൊരു
ഒപ്പോസിഷൻ എന്ത് പറഞ്ഞാലും നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റീസൺ. ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിലായിരുന്നു. ലണ്ടനിൽ പോലും ലണ്ടൻ ടാക്സീസിൻ്റെ ഓപ്പറേറ്റേഴ്സ് യൂബറിനെതിരാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ ഈ മോഡേൺ ലൈഫിൽ നമ്മൾ വി ആർ ഓൺ 2015 നിൽക്കുമ്പോൾ ഈ ഒരു മോഡൽ, ഈ ഒരു അക്സെപ്റ്റൻസ് എല്ലായിടത്തും ഉള്ളതാണ്. ഞാൻ ഇതിലേക്ക് വരാം, നമ്മുടെ ടാക്സ് കമ്പോണൻറ്റും കാര്യങ്ങളും ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വ്യാപാരികളാണെങ്കിൽ കൂടി ഇപ്പോൾ അമേരിക്കയിലൊക്കെ കാണുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇവർക്കും ഈ ഓൺലൈൻ മേഖലയിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ഇതിപ്പോൾ ഒരാൾ മേടിക്കുക എന്നുള്ളതിലുപരി അവരുടെ കംഫർട്ടാണ്. ദേ ആർ പർച്ചേസിങ് അറ്റ് ഓഫീസ് ഓർ ഹോം. ഇതിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ഒരു കംഫർട്ട് ഇപ്പോൾ വ്യാപാരികളുടെ ഇപ്പോൾ ലണ്ടനിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഷോപ്പുകളിലെ ഒരു സൈസ് ഇപ്പോൾ HM പോലെയുള്ള ഇല്ലെങ്കിൽ BHS പോലെയുള്ള മൾട്ടിനാഷണൽ ബ്രാൻഡ്സുകൾ പിറന്നിട്ടുള്ള ഒരു റീറ്റെയിൽ മേഖലയുടെ വലിയൊരു സ്ഥലമാണ് ലണ്ടനും UK US പോലുള്ള സ്ഥലങ്ങൾ. അവിടെ പോലും അവർക്കൊരു ഓൺലൈൻ ഡിവിഷൻ തന്നെയുണ്ട്. അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫിൻ്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പോൾ പല ചെറിയ ആപ്ലിക്കേഷൻസ് വരെ മറ്റുള്ള ഓൺലൈൻ വ്യാപാരത്തിന് ഉപയോഗിക്കുന്നതുണ്ട്. ഇപ്പോൾ മൊബൈൽ കിങ് പോലുള്ള അല്ലെങ്കിൽ ഈ വ്യാപാരികൾക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ടാക്സിൻ്റെ ഒരു കമ്പോണൻറ്റിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഇൻഫേവറബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും ടാക്സ് വെട്ടിക്കുന്ന രീതിയിലേക്ക് ഇത്രയും വളരെ പരസ്യമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അവിടെയാണ് ഈ സംശയം ഉയരുന്നത്. ഇവിടെ ആർക്കും അതിനെക്കുറിച്ച് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. അവിടെ ഒരിക്കലും ഒരു ടാക്സ് വെട്ടിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെയും വെട്ടിച്ചുകൊണ്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല. ഫ്ലിപ്കാർട്ട് ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട്, ഇപ്പോൾ 4-5 വർഷമായിട്ട് അവിടെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൽ ടാക്സിൻ്റെ കമ്പോണൻസി അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ വിദഗ്ധരായിട്ടുള്ളവർ പരിശോധിക്കാം. പക്ഷെ ഒരിക്കലും അത് കസ്റ്റമേഴ്സിലെത്തുന്ന ഒരു മിഡിൽ ലെയറിലുള്ള പ്രൈസിന് സാധൂകരിച്ചു കൊണ്ടുവരുന്ന ഒരു മോഡലാണ്. യു ഷുഡ് സപ്പോർട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ആസ്പെക്ട്. അത് വ്യാപാരികൾക്ക് ഒരിക്കലും തടസ്സമാവുന്നില്ല, അവർക്കും അതിലേക്ക് വരാം. ശ്രീ യാസർ അറാഫത്ത്, ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ കേരളത്തിൽ എത്ര മൊബൈൽ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു കാലയളവിൽ, അതിൽ എത്ര വർധന വന്നു എന്ന് തന്നെ പരിശോധിച്ചാൽ ഈ ഓൺലൈൻ പോലെയുള്ള മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി എന്നതുകൊണ്ട് കേരളത്തിൽ മൊബൈൽ ഷോപ്പുകളുടെ എണ്ണത്തിൽ ഒരു കുറവും വരുന്നില്ല. ഒരു ഷോപ്പുകാരൻ ഒന്നിലധികം ഷോപ്പുകൾ മറ്റു പല പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കാരണം ഉപഭോഗം ആ നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂബർ ടാക്സി, പവർ സെൻറ്റർ അടക്കം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. യൂബർ ടാക്സി ഉപയോഗിക്കുന്നതിനെതിരെ കേരളത്തിലെ തൊഴിലാളികൾ അവരെ തടഞ്ഞു നിർത്തി അക്രമം അഴിച്ചുവിടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് ഓൺലൈൻ വഴി മരുന്ന് വ്യാപാരത്തെ എതിർത്തുകൊണ്ട് കേരളത്തിലെ ഷോപ്പുകൾ രംഗത്ത് വരുന്നത്. അത് വലിയ കൊള്ളയ്ക്ക് ഇടവരുത്തും എന്ന തരത്തിലൊക്കെ. പക്ഷേ താങ്കളും ഞാനുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ ഓൺലൈൻ അടക്കമുള്ള നവസാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. എന്തുകൊണ്ട്, അതായത് ഇത്തരം വ്യാപാര മേഖലകളിലേക്ക് മാത്രം കടന്നു വരുമ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു? വ്യാപാരികൾ എന്തുകൊണ്ട് ഇത്തരം നൂതന സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച്, എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഈ വ്യാപാരികൾ ഓൺലൈൻ വ്യാപാര രംഗത്ത് ഇല്ല എന്നുള്ളത് വളരെ തെറ്റിദ്ധാരണ. ഞങ്ങളെല്ലാം 2005 മുതൽ ഞങ്ങൾ ഓൺലൈൻ വ്യാപാര രംഗത്തുണ്ട്. പല കമ്പനികളും, ഇവിടുത്തെ പല റീറ്റെയിൽ മേഖലകൾക്കെല്ലാം ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. പക്ഷെ നമുക്ക് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റാത്തത് നമ്മൾ വളരെ സെയിൽ ടാക്സിൻ്റെ വളരെ കർശനമായ നിരീക്ഷണത്തിലാണ്. നമ്മൾക്ക് ₹1 ടാക്സ് തരത്തിലോ ഒരു തരത്തിലും വെട്ടിപ്പോ കാര്യങ്ങളോ നടത്താൻ പറ്റില്ല. വളരെ കർശനമായ നിരീക്ഷണം. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കുക, 90,000 കോടി രൂപയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ കറണ്ട് വാല്യൂ. പക്ഷേ കമ്പനി ലാഭത്തിലാകണമെങ്കിൽ ഇനി 2025 വരെ എടുക്കും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ വളരെ വൻ തോതിലുള്ള ഇക്വിറ്റി ഫണ്ടുകൾ ഫ്ലിപ്കാർട്ടിലേക്ക് ഒഴുകുകയാണ്. ഈ ഇക്വിറ്റി ഫണ്ടുകൾ ഉപയോഗിച്ച് മറ്റുള്ള ചെറുകിട സ്ഥാപനങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതിൽ നിന്ന് കോസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഇവർ വെക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും കോടി ടേൺ ഓവർ നടക്കുന്ന ഒരു കമ്പനി എങ്ങനെ നഷ്ടത്തിൽ പോകുന്നു? അവിടെ ശ്രീ യാസർ അറാഫത്ത്, ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, നമ്മൾ കാലഘട്ടം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. നാളെ ഇതേ ഫ്ലിപ്കാർട്ടിനെ മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ തരത്തിൽ മറ്റൊരു സോഷ്യൽ മീഡിയ രംഗത്ത് വരികയും അവർ ഇത്തരത്തിൽ ഓൺലൈൻ വിപണനം നടത്തുകയും ചെയ്താൽ ഇതേ ഉപഭോക്താവ് തന്നെ അതിലേക്ക് മാറും. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരെത്ര നിക്ഷേപിക്കുന്നു, ഇവർ എന്ന് ലാഭം തിരിച്ചു പിടിക്കുന്നു എന്നത് ചർച്ച ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു തരത്തിലും പ്രയോജനമില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് വില കുറച്ച് വിൽക്കുന്നതിനെതിരെയല്ല, സർക്കാർ കാര്യക്ഷമമാണ്. ഞങ്ങളുടെ സെയിൽ ടാക്സ് സംബന്ധമായ രേഖകൾ പരിശോധിക്കുന്നത് പോലെ തന്നെ ഈ ഓൺലൈൻ കമ്പനികളുടെ രേഖകൾ പരിശോധിക്കട്ടെ. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഈ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണിൻ്റെ സെയിൽ ടാക്സ് സംബന്ധമായിട്ട് ഒരു രേഖ പുറത്തിറക്കാൻ പറ്റുമോ? കഴിയില്ല. നമ്മൾ ആ ടാക്സ് വെട്ടിപ്പിൻ്റെ
അടുത്ത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് എക്സ്ക്ലൂസിവിറ്റി. എന്തുകൊണ്ടാണ് ഇവർ ചില ബ്രാൻഡുകൾ, ചില പ്രോഡക്റ്റുകൾ ഇവർക്ക് മാത്രമായി എക്സ്ക്ലൂസിവിറ്റി കിട്ടുന്നത്? ഇന്ത്യൻ നിയമം അനുസരിച്ച്, കോമ്പറ്റീഷൻ ആക്ട് അനുസരിച്ച് ഒരു പ്രോഡക്റ്റും ഒരു കമ്പനിയും എക്സ്ക്ലൂസീവായി സൂക്ഷിക്കാൻ പാടില്ല. എല്ലാവർക്കും വിൽക്കാനുള്ള അവകാശമുണ്ട്. ഈ എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊള്ളയാണ്. ചില മൊബൈൽ ഫോണുകൾ, ചില പ്രത്യേക മോഡലുകൾ ചില സമയത്ത് ഓഫർ കൊടുക്കുന്നു. എക്സ്ക്ലൂസീവ് മോഡലിൽ നമുക്ക് മത്സരിക്കാൻ കഴിയില്ല, കാര്യം അത് അവർക്ക് മാത്രമുള്ള പ്രോഡക്റ്റുകളാണ്. ഈ എക്സ്ക്ലൂസിവിറ്റി ആദ്യമെല്ലാം മാർക്കറ്റിനെല്ലാം ഈ ഓഫറുകൾ കൊടുത്ത് അവർ വളരെയധികം ജനങ്ങളുടെ ഇതിൽ പ്രീതി ഉണ്ടാക്കും. പിന്നെ എക്സ്ക്ലൂസിവിറ്റി ഉപയോഗിച്ച് ഇവർ വൻ ലാഭമുണ്ടാക്കും. കാര്യം അതിൽ നമുക്ക് മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യൻ കോമ്പറ്റീഷൻ ആക്ട് അനുസരിച്ച് വേറൊരു വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുന്ന തരത്തിൽ, കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് തകർക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്ത്യൻ കോമ്പറ്റീഷൻ ആക്ട് അനുസരിച്ച് നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് ഡൽഹിയിൽ മാത്രമേ പറ്റുള്ളൂ. ചെറുകിട വ്യാപാരികൾക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള സംവിധാനം കേരളത്തിൽ നിലവിലില്ല. അത് ഇത്തരം അപ്പോൾ വ്യാപാരികൾക്ക് മറ്റവരുമായിട്ട് മത്സരിക്കാൻ തരത്തിലുള്ള ഒരു സാഹചര്യം വ്യാപാരികളുടെ സെയിൽ ടാക്സ് രേഖകൾ പരിശോധിക്കുന്ന പോലെ തന്നെ ഓൺലൈൻ കമ്പനികളുടെ സെയിൽ ടാക്സ് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രം മതി. ടാക്സ് വെട്ടിപ്പ് നടക്കുന്നില്ല എന്നൊരു പോയിന്റ് പറഞ്ഞു. സർവീസ് ടാക്സ് പ്രകാരം 10 ലക്ഷം രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള ഏത് കമ്പനികളും സർവീസ് ടാക്സ് കൊടുക്കണം. ഇവരെല്ലാം മാർക്കറ്റ് പ്ലേസിംഗ് സിസ്റ്റമാണ്. കസ്റ്റമേഴ്സിന് കൊണ്ടുപോയി നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനിടാം, അത് വേറെ കസ്റ്റമർക്ക് വാങ്ങാം. ഇവർ നടത്തുന്നൊരു സർവീസാണ്. ഇന്ന് വരെ ₹1 സർവീസ് ടാക്സ് ഇനത്തിൽ ഈ പറയുന്ന കമ്പനികൾ അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഈ രേഖകളുടെ പിൻബലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനികളൊന്നും നിലവിലെ കേരളത്തിലെ നിയമങ്ങളോ ഇന്ത്യയിലെ നിയമങ്ങളോ പ്രകാരമല്ല പോകുന്നത്. ആ ഒറ്റ ആക്ഷേപം മാത്രമാണ്. ഏറ്റവും വില കുറച്ച് കസ്റ്റമറിന് കിട്ടണം, എല്ലാവർക്കും സ്വന്തം വീട്ടിൽ സ്വന്തം മുറ്റത്ത് സാധനം കിട്ടണം, അതിലൊന്നും ആർക്കും എതിരല്ല. ഈ ടാക്സ് വെട്ടിപ്പാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇന്ന് വരെ ഈ ഫ്ലിപ്കാർട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ടാക്സ് വെട്ടിപ്പ് ഇന്നാൾ ഒരു 6 മാസം മുമ്പ് ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫീസർ എഴുതിയത് സെയിൽ ടാക്സ് വിവരങ്ങൾ പുറത്തുവിട്ടായിരുന്നു. പറയുമ്പോൾ ഈ തട്ടിപ്പ് ആര് നടത്തിയാലും തട്ടിപ്പാണ്. ശ്രീ യാസർ അറാഫത്ത്, വലിയ കമ്പനികളും ഷോപ്പിംഗ് സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിനെ ന്യായീകരിക്കുകയില്ല. പ്രിൻസ്, പൊതുവെ ഏതൊരു സംരംഭകം അല്ലെങ്കിൽ പുതിയൊരു ആശയം പുറത്തു വരുമ്പോഴും അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ശീലം അത് ഈ മാധ്യമ പ്രവർത്തന രംഗത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ടെലിവിഷൻ്റെ ആഗമനം തന്നെ ആ രീതിയിൽ, അതായത് പത്രപ്രസിദ്ധീകരണങ്ങൾ എല്ലാം തന്നെ നിന്നുപോകും ടെലിവിഷൻ്റെ വരവോടുകൂടി എന്ന തരത്തിൽ ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷെ മറിച്ചാണ് സംഭവിച്ചത്. ടെലിവിഷൻ വന്നതോടെ പത്രങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിച്ചു. കമ്പ്യൂട്ടറുകൾ വരുന്നതോടെ പുസ്തകങ്ങൾ വായിക്കുക എന്നത് അല്ലെങ്കിൽ അക്ഷരങ്ങളെക്കുറിച്ച് മലയാളി മറന്നുപോകും എന്ന ആക്ഷേപം ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ ഡിജിറ്റൽ ബുക്കുകളുടെ കാലത്തിലാണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ വ്യാപാരികൾ ഈ നിലയിൽ ഓൺലൈൻ വ്യാപാരത്തിൽ ആശങ്കപ്പെടുക അത് ടാക്സിൻ്റെയുമായി ബന്ധപ്പെട്ട തരത്തിലാണോ എന്നുള്ള ഒരു സംശയം. 2, ഇവർ പറയുന്നത് പോലെ, അതായത് വളരെ കൃത്യമായി ടാക്സ് ഒക്കെ അടച്ചു പോകുന്ന വ്യാപാരികൾക്ക് വളരെ കുറഞ്ഞ ലാഭം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന തരത്തിലേക്കൊരു നിരീക്ഷണം കൂടി ശ്രീ യാസർ അറാഫത്ത് മുന്നോട്ട് വയ്ക്കുന്നു. പ്രിൻസ്, ഈ യാസർ പറഞ്ഞതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, സെയിൽ ടാക്സ് വെട്ടിക്കുന്നു എന്നും അതുപോലെ തന്നെ എക്സ്ക്ലൂസിവിറ്റി. ഈ 2 കാര്യങ്ങളിൽ എൻ്റെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ സെയിൽ ടാക്സ് സംബന്ധിച്ച് കേന്ദ്ര ചരക്ക് സേവന നികുതി സംബന്ധിച്ച ഒരു ചർച്ചയിൽ KM മാണി സാറ് അത് പോയി പറഞ്ഞതാണ്. അവിടെ പറഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഈ സെയിൽ ടാക്സ് സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു പരാതി അവിടെ ചെന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ എക്സ്ക്ലൂസിവിറ്റി എന്നുള്ളത് വ്യാപാരികൾക്കും ചെയ്യാവുന്നതാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന പ്രൊഡക്റ്റുകൾക്ക്, ഉദാഹരണത്തിന് വസ്ത്രങ്ങൾക്ക്, അവർ പറയുന്ന രീതിയിൽ നിർമ്മിച്ച് നൽകുക. ഈ സ്ഥാപനങ്ങളിലേക്ക്, ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഈ സാധനങ്ങൾ എക്സ്ക്ലൂസീവായി നിർമ്മിച്ച് നൽകുക. പല സ്ഥാപനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേക രീതിയിൽ തുണിത്തരങ്ങൾ ഉപയോഗിച്ചും പ്രത്യേക ഡിസൈനിലും സെലക്റ്റീവായി നിർമ്മിച്ച എക്സ്ക്ലൂസിവിറ്റി പല സ്ഥാപനങ്ങളും ഇപ്പോൾ പിന്തുടരുന്നുണ്ട്. ഓൺലൈനിൽ കിട്ടാത്ത ഒരു എക്സ്ക്ലൂസിവിറ്റി പല കടകളും നമ്മുടെ എറണാകുളത്തെ കടകളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതൊന്ന്, ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് ഈ കടകളിൽ കിട്ടുന്ന സാധനങ്ങൾ അല്ല ഓൺലൈൻ ഷോപ്പിങ്ങിൽ കൂടുതലായി ലഭിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ മെട്രോ നഗരങ്ങളിൽ നിന്നൊക്കെ പോയി പർച്ചേസ് ചെയ്യാനോ അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പോയി സഞ്ചരിച്ച് പർച്ചേസ് ചെയ്യാനോ സാധിക്കാത്ത ഒത്തിരി ആളുകളുണ്ടാവും. അവർക്കൊക്കെ അനുകൂലമാവുന്ന തരത്തിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. വീട്ടിലിരുന്ന ഒരു ക്ലിക്ക് കൊണ്ട് ഒത്തിരി സാധനങ്ങൾ നമുക്കത് വാങ്ങിയെടുക്കാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മൾ പറയും, ഓൺലൈൻ ഷോപ്പിംഗൊക്കെ ഒരു ബൂർഷ ഇടപാടാടോ, അത് അമേരിക്കക്കാർക്ക് സാധിക്കുന്ന ഇടപാടാണെന്നൊക്കെ പറയുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്നൊരു ക്രെഡിറ്റ് കാർഡും വേണ്ട, ഒരു പേപാൽ അക്കൗണ്ടും വേണ്ട. എന്തു പറയാം, നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയുടെ സാധനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ആളുകൾ അതിൻ്റെ പുറകെ പോകും. ഈ സർക്കാർ തന്നെ അതിന് പിന്താങ്ങുന്ന ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, നല്ലൊരു രീതിയിൽ അത് ഒരു ബിസിനസ് നടത്തിയെടുക്കുക എന്നുള്ളത് വ്യാപാരികൾക്കും വേണം, അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും വേണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ലൈൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ ഇനിയും ഇതുപോലെ കോമ്പറ്റീഷൻ വരട്ടെ. ഫ്ലിപ്കാർട്ട് പോലെ ആമസോൺ പോലെ വിവിധ തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകൾ വരട്ടെ. ഇപ്പോൾ ഉപഭോക്താക്കൾ ചെയ്യുന്നത് എന്താണ്?
പല സൈറ്റുകളിലും കയറി അവർ നിരീക്ഷിക്കുകയാണ് എവിടെയാണ് ഏറ്റവും വിലക്കുറവ്. 5 or 6 സൈറ്റുകളിൽ കയറി നിരീക്ഷിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആളുകൾ നേരെ ഓൺലൈൻ സൈറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുകയല്ല. അവർ ആദ്യം പോകുന്നത് എറണാകുളത്തെ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു കടയിലേക്കാണ്. അവിടെ ചെന്നിട്ട് സാധനങ്ങളെല്ലാം നോക്കും, ഡിസൈൻ നോക്കും, അതിൻ്റെ വില ചോദിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഓൺലൈൻ സൈറ്റുകളിൽ ചെന്നിട്ട് അവർക്ക് ലാഭം കിട്ടുന്ന എവിടെയാണോ, കടയിലാണെങ്കിൽ കടയിൽ പോകും, ഓൺലൈൻ സൈറ്റിലാണെങ്കിൽ അവിടെ പോകും. പിന്നെ ഒന്നും പറയാം, ഈ സെയിൽ ടാക്സ് വെട്ടിച്ചുകൊണ്ട് മാത്രമല്ല ഓൺലൈൻ സൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. അവർക്കുണ്ടാകുന്ന ഒരു ലാഭം എന്ന് വെച്ചാൽ കമ്പനി നേരിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. അതിനകത്ത് ഇടനിലക്കാർ ഒഴിവാകുന്നതോടെ കുറച്ച് ലാഭം ഉണ്ടാവും. പിന്നെ ഹോൾഡിംഗ് കോസ്റ്റ് എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചല്ല, അവരപ്പം തന്നെ വിറ്റഴിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എന്നുള്ളതില്ല. പിന്നെ ആമസോൺ പോലെയുള്ള കമ്പനികൾക്ക് ബിസിനസ് ഹെഡ് അതുപോലെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓൺലൈൻ സൈറ്റുകൾക്ക് ഈ വിൽപ്പന നികുതി വെട്ടിച്ചുകൊണ്ട് മാത്രമല്ല പല രീതിയിലുള്ള ഈ ഇടനിലക്കാർ ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഈ ഹോൾഡിംഗ് കോസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടുമൊക്കെ സാധനങ്ങൾ വിറ്റഴിക്കാം. എന്ന് വെച്ച് നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരായ കടക്കാരൊക്കെ ഈ നഷ്ടത്തിലേക്ക് വരണമെന്നല്ല. അവർക്ക് പുതിയ രീതിയിലേക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ, അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഡിജിറ്റൽ യുഗമാണ്. ഇപ്പോൾ ഡെയിലി കണ്ടുള്ള ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ബുക്കുകളൊക്കെ വായന മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അലമുറയിട്ട ഒരു സമൂഹമായിരുന്നു. ഇപ്പോൾ ഡെയിലി കണ്ടു എന്നുള്ള ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ബുക്ക് സ്റ്റോറിൽ കയറിയാൽ 40 രൂപയുടെ പുസ്തകം 1 രൂപയ്ക്ക് വായിക്കാം. അത്തരത്തിലുള്ള സൗകര്യം നമ്മൾ ന്യൂസ് കണ്ട് ഇപ്പോൾ മാറി ഡെയിലി കണ്ടായപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി ആളുകളാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് പുതിയ രീതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. വ്യാപാരികളും സർക്കാരും ഉപഭോക്താക്കളും ചേർന്ന് തീരുമാനമെടുത്ത് പുതിയ രീതികൾ അവലംബിച്ചാൽ ഈ വ്യാപാരികൾക്ക് ഈ സെയിൽ ടാക്സ് തട്ടിക്കുന്നു എന്നുള്ള ഇതിൻ്റെ പുറകെ നടന്നിട്ട് എന്താണ് കേന്ദ്ര സർക്കാർ നടപടി എടുത്തിട്ടില്ലല്ലോ ഇത്രയും നാളായിട്ട്. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കേരളം പരാതി കഴിഞ്ഞ കൊല്ലം തന്നെ കൊടുത്തതാണ് കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമം സംബന്ധിച്ച ചർച്ചയിൽ. ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഈ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതെങ്ങനെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും, ഈ കച്ചവടം എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആലോചിച്ച് ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന ഇപ്പോഴത്തെ ഈ ജീവിത ശൈലിക്ക്, ഈ തിരക്ക് പിടിച്ച ജീവിത ശൈലിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് അനുയോജ്യവും അത്യന്താപേക്ഷിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. റൈറ്റ്. ശ്രീ നാസിഫ്, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകൻ എന്ന നിലയിൽ ഫ്ലിപ്കാർട്ടിൻ്റെ മുന്നേറ്റം എന്നത് അങ്ങേയറ്റം അഭിമാനകരമാണ്, മാതൃകാപരമാണ് എന്ന്. അവിടെയൊക്കെ ഉയരുന്ന ഒരു സംശയം, അതായത് താങ്കൾ തന്നെയാണ് പറഞ്ഞു വെച്ചതും, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഭാഗത്തുണ്ടാകുന്നു, അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വരുന്നു. പക്ഷേ കേരളത്തിലെ താങ്കൾ അടക്കമുള്ള ഈ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് ഇത്തരം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമോ? കേരളത്തിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഹൈപ്പ് ഉണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് ആയാലും ടെക്നോ പാർക്ക്, സ്റ്റാർട്ടപ്പ് വില്ലേജ് തുടങ്ങിയ ഇത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ വലിയ കാര്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരുന്നില്ല. അത് മറ്റുള്ള ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് ആയാലും സെക്കോയ, മറ്റുള്ള മുൻനിര ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനങ്ങൾ നോക്കുന്നത് കേരളം എന്നുള്ളത് ഇപ്പോഴും ഒതുങ്ങിക്കൂടുന്ന ഒരു മാർക്കറ്റ് എന്നുള്ളതാണ്. ഒരു IIT അല്ലെങ്കിൽ ഒരു IIM സ്റ്റാർട്ടപ്പിനാണെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി അവിടെ നിന്ന് വൻ തോതിലുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് നിന്നിട്ട് ഇതൊരു കാര്യമായ ഒരു ഫണ്ടിങ് കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചേക്കാണ് അടുത്ത 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് ഞങ്ങളുടെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാനാണ്. ഫർദർ ഡെവലപ്മെൻറ്റും VC ഫണ്ടിങ് നോക്കുന്നത് ഇനി അവിടെ നിന്നുള്ളതേ. കാരണം കേരളത്തിലുള്ള ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഹൈപ്പിലാണ് നിൽക്കുന്നത്. അതായത് ഒരു സാധ്യതയുണ്ട്. ഒരു ബാംഗ്ലൂർ 10-15 വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ് ഇന്നിപ്പോൾ കേരളം ഉള്ളത്. എങ്കിലും ഈ ഒരു വർഷം 22,000 കോടിയാണ് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. എവിടെ? ഇന്ത്യ ഒട്ടാകെ. അതിൽ മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ, പൂനെ, കൊൽക്കത്ത അവിടങ്ങളിലെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. കേരളത്തിൽ വളരെ 0.004 ഒക്കെയാണ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്. അതായത് ബാംഗ്ലൂരിനേക്കാൾ ഒരു 15 വർഷം പിന്നിലാണ് ഇപ്പോഴും കേരളം. കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ബാംഗ്ലൂർ പോലത്തെ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരുന്നില്ല. റൈറ്റ്. പക്ഷേ ഈ സാങ്കേതിക രംഗത്ത് വളർച്ചയും ആ രീതിയിലാണ്. 1 നിന്ന് 2 എന്നുള്ളതല്ല, 1 നിന്ന് 100 എന്ന തരത്തിലാണ് ഈ സാങ്കേതികവിദ്യ വളരുക. അതുകൊണ്ട് ഒരുപക്ഷെ വലിയൊരു മാറ്റം, ഒരു ചടുലമായൊരു മാറ്റം കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് യൂത്താണ് ഇനി കേരളത്തിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം ജനസംഖ്യയിലും വരാൻ പോകുന്നത്. പറഞ്ഞില്ലേ, ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാർ കേരളത്തിലുണ്ട്. പക്ഷെ അവരൊന്നും കേരളത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നില്ല. എല്ലാവരും ബാംഗ്ലൂർ അല്ലെങ്കിൽ സിലിക്കൺ വാലി അങ്ങനെയുള്ളതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നല്ലൊരു എക്കോസിസ്റ്റം ഇപ്പോഴും കേരളത്തിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പല സപ്പോർട്ടുകളുണ്ട്, പക്ഷേ ആ പ്രഖ്യാപനങ്ങളല്ലാതെ പിന്നീട് ആ ഹൈപ്പ് കിട്ടുന്നില്ല. ഓൺലൈൻ വിൽപ്പന രംഗത്ത് വലിയ മുന്നേറ്റം, അതോടൊപ്പം ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങളും ഓൺലൈൻ വിൽപ്പന രംഗത്തേക്ക് കടന്നു വരികയാണ്. ശ്രീ യാസർ അറാഫത്ത്, ഇവിടെ നാസിഫ് സൂചിപ്പിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ കേരളം ബാംഗ്ലൂരുമൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് 15 വർഷം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു. പക്ഷേ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇന്നിപ്പോൾ
ഏതൊരു കുടുംബത്തിലും ഒരു എഞ്ചിനീയർ എങ്കിലും ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്കാണ് കാര്യങ്ങൾ വന്നത്. ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം സ്വായത്തമാക്കുന്നവരാണ് കേരളത്തിൻ്റെ യുവാക്കൾ എന്നുള്ളത്. മാത്രമല്ല വരും വർഷങ്ങളിൽ കേരളം ഒരു യുവാക്കളുടെ സംസ്ഥാനമായി മാറുകയും ചെയ്യും. ഇന്ത്യ ഒട്ടാകെ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ താങ്കൾ പറയുന്ന പോലെ ഈ ഷോപ്പുകളിൽ നിൽക്കാൻ ഇപ്പോഴാണെങ്കിൽ ബംഗാളികൾ എങ്കിലും ഉണ്ട് എന്ന് ആശ്വസിക്കാം. നാളെ അതുപോലും ഇല്ലാത്തൊരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ഈ ഷോപ്പുകളുടെ ഒരു പ്രസക്തി കൂടി നഷ്ടമാകുന്നൊരു സാഹചര്യം എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ആ രീതിയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അവിടെ ഈ നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ച പോലെ നമ്മൾ പഴിക്കുക എന്നതിനപ്പുറത്തേക്ക് സാധ്യതകൾ തിരയേണ്ട സമയം അതിക്രമിച്ചു. ചില പ്രത്യേക രാജ്യങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് വളരെയധികം ഗുണകരമാണ്. കടുത്ത ചൂട്, കടുത്ത തണുപ്പ്, വർഷത്തിൽ 8-9 മാസം മഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥകൾ, വളരെ തണുപ്പ്, വളരെ ബിസി കാര്യം. നമ്മുടെ ഒരു സ്റ്റൈല് വ്യത്യാസമുണ്ട്. നേരത്തെ തന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വരും, മോഡൽ നോക്കും, വർക്ക് ചെയ്യിച്ച് നോക്കും, ചെക്ക് ചെയ്ത് നോക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഓൺലൈനിൽ പോയി പർച്ചേസ് ചെയ്യും. മലയാളിക്ക് ലാഭം മാത്രമാണ്. ഇവിടെയാണ് വ്യാപാരി പൈസ മുടക്കി വാങ്ങുന്ന ഡെമോ ഫോണുകളൊന്നും ഫ്രീ അല്ല, പൈസ മുടക്കി വാങ്ങണം, അത് ഡിസ്പ്ലേയിൽ വെക്കണം. ഈ കമ്പനികൾ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ അവർക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യുന്നു, വ്യാപാരി ചെരുപ്പാണെങ്കിൽ ഇട്ട് നോക്കും, എല്ലാം കഴിയുന്നു, നേരെ ഇറങ്ങിപ്പോകുന്നു. ശരി, ഇപ്പോഴും തയ്യാറാണ്. ഏതൊരു ഓൺലൈൻ കമ്പനികൾക്കെതിരെ ശക്തമായ മത്സരത്തിന് നമ്മൾ വ്യാപാരികൾ തയ്യാറാണ്. നമ്മുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ സെയിൽ ടാക്സ്, ഒരു തരത്തിൽ സർവീസ് ടാക്സ്. കമ്പനികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രമുഖ കമ്പനി കേരളത്തിലെ ഏറ്റവും പ്രധാന പ്രമുഖരായ 14ഓളം വ്യാപാരികളുടെ ബില്ലിംഗ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. ഏത് തരത്തിൽ? വില കുറച്ച് വിറ്റു എന്ന് ആരോപിച്ചുകൊണ്ട്. ഏതൊരു കമ്പനികളോടും മത്സരിക്കാൻ കഴിവ് കേരളത്തിലെ വ്യാപാരികൾക്കുണ്ട്, കച്ചവടക്കാർക്കുണ്ട്. ലാഭം, മൊബൈൽ ഫോൺ രംഗത്തെ വ്യാപാരത്തിൻ്റെ ലാഭം അറിഞ്ഞാൽ ഞെട്ടിപ്പോ. അത്രയ്ക്ക് വളരെ കുറഞ്ഞ തിൻ മാർജിനാണ്. പക്ഷേ നമ്മുടെ കൈകൾ നമ്മുടെ കെട്ടുകൾ അഴിച്ചു മാറ്റണം. അതുപോലെ നമ്മൾ ഏത് തരത്തിലുള്ള നിയന്ത്രണത്തിലാണോ അതേ നിയന്ത്രണം നമ്മുടെ കോമ്പറ്റീഷൻ ഇതിനും വരണം. ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയാണോ ഈ സെയിൽ മൊത്തം നടത്തുന്നത്? ഫ്ലിപ്കാർട്ടിൻ്റെ പുറകിൽ 500ഓളം അല്ലെങ്കിൽ 1000ഓളം വേറെ കമ്പനികളുണ്ട്, അവരാണ് സെയിൽ നടത്തുന്നത്. ഫ്ലിപ്കാർട്ടല്ല. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ 10,000 രൂപ ഒരു വ്യാപാരി അതിലേക്ക് ഫ്ലിപ്കാർട്ടിലേക്ക് പ്ലേസ് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ വിൽക്കുന്നത് 9,500 രൂപയ്ക്കാണ്. ഫ്ലിപ്കാർട്ട് സ്വന്തം കയ്യിൽ നിന്ന് 500 രൂപ കൊടുത്തിട്ടാണ് 9,500 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇതേ പ്രൈസിങ്ങിന് കോമ്പറ്റ് ചെയ്യാനും ഇവിടെ തയ്യാറാണ്. പക്ഷേ ഒരു തരത്തിൽ കമ്പനികൾ ശക്തമായ നിയന്ത്രണം വ്യാപാരികളുടെ മേലെ വരുത്തുകയാണ്. എന്തിനു വേണ്ടി? ഈ കമ്പനികളെ സഹായിക്കുവാൻ, ഓൺലൈൻ കമ്പനികളെ സഹായിക്കുവാൻ. പല കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഈ ഓൺലൈൻ കമ്പനികളിൽ നിന്ന് പൈസ പറ്റുകയാണ്. അപ്പോൾ ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുവാനുള്ളൊരു ഗൂഢശ്രമം നടക്കുന്നുണ്ട്. ഓൺലൈൻ വ്യാപാരത്തിനെതിരല്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു വ്യാപാരിയും ഒരു കസ്റ്റമറാണ്. എനിക്കും ഏറ്റവും ഓൺലൈനിൽ കൂടി പർച്ചേസ് ചെയ്യണം. ഒരു മൊബൈൽ ഫോൺ കച്ചവടം ചെയ്യുന്ന വ്യാപാരിയെ മാറ്റി നിർത്തൂ. അയാൾ മൊബൈൽ ഫോൺ മാത്രമല്ല കച്ചവടം ചെയ്യുന്നുള്ളൂ. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്തൊരു സിനിമ ടിക്കറ്റ് എടുക്കണം, നമ്മൾ ഓൺലൈനിലല്ലേ എടുക്കുന്നത്. അപ്പോൾ ഓൺലൈനെതിരല്ല. സിനിമ ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കുന്നതിന് ഏതെങ്കിലും തിയേറ്ററുകാരെതിരാണോ? അല്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലാത്തവർ പഴഞ്ചനായി പുറത്തു പോകും. അപ്പോൾ വ്യാപാരികൾ മാറണം, എല്ലാം വേണം. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അവിടെ ചെയ്യുന്നില്ല. ഇതിലെ വീഴ്ച മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും വ്യാപാരി സമൂഹം ഓൺലൈനെതിരല്ല. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരണം. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞു കേരളത്തിൽ അന്തരീക്ഷം ശരിയല്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെ വ്യാപാരികളുടെയും പ്രശ്നം. ഇവിടുത്തെ ഒരു അന്തരീക്ഷം, എത്രയോ കമ്പനികളാണ് പൂട്ടിപ്പോകുന്നത്. ഇവിടെ പുതിയ സംരംഭം തുടങ്ങുവാനായിട്ടുള്ള പല പല പദ്ധതികൾ ഗവൺമെൻറ് ഉണ്ട്. പൂട്ടുവാനുള്ളൊരു സംവിധാനം വെക്കട്ടെ. ഏറ്റവും കൂടുതൽ ഷോപ്പുകൾ പൂട്ടുന്ന, അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ വൻകിട കമ്പനികൾ പൂട്ടിപ്പോവാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. അത്രയ്ക്ക് തരത്തിലുള്ള മാനസിക പീഡനങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഏറ്റവും അടുത്ത കാലത്തായിട്ട് മൊബൈൽ വ്യാപാരികൾക്ക് ഒരു നോട്ടീസ് സെയിൽ ടാക്സ് സംബന്ധമായിട്ട് വരുന്നു. കഴിഞ്ഞ 7 വർഷം അവർ വിറ്റിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ കൂടെ ഫ്രീ കൊടുത്ത ചാർജറുകളുടെ ടാക്സ് ലക്ഷക്കണക്കിന് രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ടാണ് വന്നത്. എന്ത് നീതീകരിക്കാവുന്ന കാര്യങ്ങളാണിത്? അപ്പോൾ ഒരു തരത്തിൽ ശക്തമായ പീഡനങ്ങൾ, മറുതരത്തിൽ ഇത്ര ബ്ലാക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അണ്ടർ കട്ടിങ്ങിലൂടെ വ്യാപാര മേഖല തറക്കുന്ന ഒരു നിലപാട്. സംഘടനകൾക്കൊന്നും ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ശേഷിയില്ല. സംഘടനകൾക്ക് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഇപ്പം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഒരു വ്യാപാരിക്ക് കച്ചവടം പഠിപ്പിച്ചു കൊടുക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളെല്ലാം നമ്മുടെ പഠനം കഴിഞ്ഞ് ചിലപ്പം സ്വന്തമായ ഒരു ജോലി കിട്ടാത്തതിനാൽ വ്യാപാര രംഗത്തേക്ക് കടന്നു വന്നവരാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഒഫൻസുകളാക്കി ക്രൂരമായി പീഡിപ്പിക്കാനല്ലാതെ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു ട്രെയിനിങ് തരുവാനോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി തരുവാനോ വ്യാപാരം അല്ലെങ്കിൽ ഇത്തരം സ്റ്റാർട്ടപ്പ് വില്ലേജുകൾക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു സപ്പോർട്ടുകൾ വ്യാപാര രംഗത്ത് നിലവിൽ കിട്ടുന്നില്ല. അപ്പോൾ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിച്ച് എങ്ങനെയും ഇവരെ പൂട്ടി വിടണം എന്നുള്ള ഒരു നിലപാടാണ് ഒരു സംഘം ആൾക്കാർക്കുള്ളത്.
റൈറ്റ്. ശ്രീ റസൽ പി എം, അവിടെ ഉണ്ടാകുന്നൊരു സംശയം, അതായത് ഈ യാസറിനെ പോലെയുള്ളവർ നിരന്തരം പറയുന്നത് ഇതൊരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ്, ഇവിടുത്തെ റീറ്റെയിൽ ഷോപ്പിംഗ് സമ്പ്രദായം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അവിടെ മൊബൈൽ ഷോപ്പിനെ മാത്രമായി കാണേണ്ടതില്ല പൊതുവേ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നേരത്തെ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സേവനദാതാവ് വലിയ ഓഫറുമായി വരുന്നു. നാളെ അതിനെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് അതിനേക്കാൾ മികച്ച ഒരു ഓഫറുമായി മറ്റൊരു ഓൺലൈൻ ദാതാവിന് കടന്നു വരാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പോലെ ഇതൊക്കെ ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന നിരീക്ഷണത്തിന് അർത്ഥമുണ്ടോ? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമാണ്. ഇത് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ എത്തിക്കുമ്പോഴാണ് ഇതിൻ്റെ വോളിയം വരുന്നത്. അവിടെയാണ് ഇതിൻ്റെ വിജയം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, ഇവിടെ കൺവെൻഷനലായിട്ട് നടന്നുകൊണ്ടിരുന്ന എത്രയോ ട്രാവൽ ഏജൻസീസ് ഉണ്ട്. ഇന്ന് എയർലൈൻ കമ്പനികളുടെ തന്നെ ഓൺലൈൻ സെയിൽസ് ഉണ്ട്. മേക്ക് മൈ ട്രിപ്പ്, ക്ലിയർ ട്രിപ്പ് പോലെയുള്ള, ഞാൻ ഉൾപ്പെടെയുള്ളൊരു ടിക്കറ്റ് എടുക്കുന്ന മേക്ക് മൈ ട്രിപ്പ്, ക്ലിയർ ട്രിപ്പ്, അത് വളരെയധികം ഒരു 1000 രൂപ 2000 രൂപയുടെയൊക്കെ കുറവുകൾ കിട്ടുന്ന ഓഫേഴ്സ് ഉണ്ട്. എന്നാൽ ഇവിടുത്തെ ട്രാവൽ ഏജൻസീസ് പൂട്ടി പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് അതിനനുസരിച്ച് അവരുടെ പാക്കേജുകളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. എയർലൈൻ്റെ പാക്കേജസ്, ഇല്ലെങ്കിൽ അവർ വേറെ രീതിയിൽ ടൂറിസം ലെവലിലോ എല്ലാം മാറിക്കൊണ്ടുള്ള ഒരു മാറ്റം. നമ്മൾ ഈ കേരളത്തിലുള്ളൊരു പ്രോബ്ലം, ഞാൻ വീണ്ടും യൂബറിലേക്ക് വരുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, യൂബർ എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു ടാക്സി സർവീസസ് ജനങ്ങളിൽ എത്തിക്കുക. കാരണം ഒരു ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റോ ഇല്ലെങ്കിൽ 10 മിനിറ്റിൽ താഴെ നിർത്തിക്കൊണ്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത് ആ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിലേക്ക് ഏഞ്ചൽ ഫണ്ടും സീഡ് ഫണ്ടിങ്ങും എല്ലാം വന്ന് അവർ കമ്പനി പ്രൊമോട്ട് ചെയ്യും. യൂബർ കോടിക്കണക്കിന് $millions ഇൻവെസ്റ്റ് ചെയ്ത് വളർന്നു വന്നൊരു കമ്പനിയാണ്. ഇപ്പോഴും അവരുടെ വാല്യുവേഷൻ വേറെ ആയിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് അത് അക്വിസിഷൻ പ്ലാൻസ് ഉണ്ടാകാം. പക്ഷേ ആസ് എ യൂസർ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ഏറ്റവും ഇപ്പോൾ എന്തുകൊണ്ട് എടപ്പള്ളിയിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഞാൻ കൊടുത്തിരുന്ന 300 രൂപയാണ് ഓട്ടോക്ക്. ആ സ്ഥലത്ത് 128 രൂപയ്ക്ക് യൂബർ ഓടുന്നുണ്ടെങ്കിൽ ഇവിടെ ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയല്ലായിരുന്നോ? എന്തുകൊണ്ട് അതിലേക്ക് അവർ മാറുന്നില്ല? അവർക്കും ഓടാമല്ലോ. അവർക്കും 128 150 എന്തുകൊണ്ട് ഓടിക്കൂടെ? ഇവിടെ ഡീസൽ വില കുറവ് വന്നിട്ടുണ്ട്, പെട്രോളിന് വില കുറവ് വന്നിട്ടുണ്ട്. ഇവരാരെങ്കിലും ഇത് കുറച്ചിട്ടുണ്ടോ? ആ സമയങ്ങളിലൊന്നും യാതൊരു ചർച്ചകളുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളെയും കേരളത്തിലെ സമൂഹം, ഇല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പോൾ നാസിഫ് പറഞ്ഞ ഒരു പോയിന്റും അതുകൊണ്ടാണ്. നമ്മൾ IT മേഖല, ഞാനൊരു IT ഓൺട്രപ്രണറാണ്, എങ്കിൽ കൂടിയും നമ്മൾ കേരളത്തിൽ വരുന്ന ഒരു വിഭാഗീയത അതാണ്. അതുകൊണ്ടാണ് ബാംഗ്ലൂരും ഹൈദരാബാദും എങ്ങനെ വളർന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ ആവശ്യത്തേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ആവശ്യമായിട്ട് വരികയാണ്. അപ്പം നമ്മളത്